ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസി ചാപ്റ്റർ വൈസ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ചാപ്റ്റർ 1 പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് തിയറി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. തിയറി ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തന്നിരുന്നല്ലോ. ആ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പാർട്ട് 1 നിന്ന് പഠിച്ചാൽ മതി കേട്ടോ. സോ പാർട്ട് 1 പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പഠിക്കേണ്ടത്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് ചോദിച്ചില്ലെങ്കിലും നമ്മൾ ചാപ്റ്റർ 3 റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ ഉണ്ടല്ലോ, അതിൽ നിന്നും മരണപ്പെട്ട ഒരു പാർട്ട്ണറിന്റെ ലീഗൽ എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ട് ചോദിക്കും. പക്ഷെ അതിന്റെ ബേസ് ഇതാ, ഇവിടെ നിന്ന് ബേസ് കിട്ടിയിട്ടാണ് നമ്മൾ അവിടെ അത് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വന്നാലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു 2-3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വരും. ഒപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഉള്ളിലും ഒക്കെ വരും. അതുകൊണ്ട് അത് പഠിക്കണം. then ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് പഠിക്കുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. സെയിം എമൗണ്ട് എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നത്, എല്ലാ ക്വാർട്ടറിലും വിഡ്രോ ചെയ്യുന്നത്, പല സമയത്ത് പല എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, അതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. സോ ആ 3 ടൈപ്പും പഠിക്കണം. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു പാർട്ട്ണർ ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ വളരെ ചെറുതായിട്ട് 1 word ക്വസ്റ്റ്യൻസിലായിരിക്കും അത് വരാം. ദെൻ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ചാപ്റ്റർ 2 കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ പഠിക്കണം. അതിൽ മൊത്തം 5 മെത്തേഡ് ഉണ്ട്. സൂപ്പർ പ്രോഫിറ്റ്, ആവറേജ് ക്യാപിറ്റലൈസേഷൻ, സൂപ്പർ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റും പിന്നെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, 5ഉം പഠിക്കണം നിങ്ങൾ A+ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും. ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് റിട്ടയർമെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അഡ്മിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനും വരാറുണ്ട്. സോ രണ്ടിലും പഠിക്കണം. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് ചിലപ്പോൾ അത് മാത്രമായിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റലും അത് മാത്രമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോട് കൂടിയിട്ടായിരിക്കും, എല്ലാം കൂടി ഒരുമിച്ചും ചോദിക്കും, എങ്ങനെ വേണം ചോദിക്കും. പിന്നെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പഠിക്കണം. സിമ്പിൾ ജേർണൽ എൻട്രി ആണ്, മിസ് അതൊക്കെ പഠിപ്പിച്ചു തരാം. ദെൻ ചാപ്റ്റർ 3 നിന്ന് ഗെയിനിങ് റേഷ്യോയും ന്യൂ റേഷ്യോയും, ദെൻ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ്, റിവാലുവേഷൻ, അത് നമ്മൾ അഡ്മിഷനിൽ പഠിച്ച പോലെ തന്നെ ഇവിടെയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ദെൻ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോഫിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരണപ്പെട്ടു പോയി, അയാൾക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അക്കൗണ്ട് വരച്ചിട്ടും ചോദിക്കാറുണ്ട്, അല്ലാതെയും ചോദിക്കാറുണ്ട്. സോ നിർബന്ധമായിട്ട് പഠിക്കണം. ദെൻ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടും ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും, ഇതിൽ നിന്ന് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കുറവായി ചോദിക്കാറുള്ളൂ. ചാപ്റ്റർ 4 നമുക്ക് ഒരൊറ്റ പ്രോബ്ലം ഉള്ളൂ, റിയലൈസേഷൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അവിടെ ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് റിയലൈസേഷൻ മാത്രമായിട്ടായിരിക്കും 5 മാർക്കിലേക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെയല്ല എളുപ്പമുണ്ട്, പക്ഷെ നമ്മൾ മൊത്തം പഠിച്ചിരിക്കണം. സോ പാർട്ട് എ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇത് മാത്രം പഠിച്ചാൽ മതി. പാർട്ട് ബി AFSRക്ക് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു, കമ്പ്യൂട്ടറൈസ്ഡുകാർക്കും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതിയാകും. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.